പഴയ തുണി എന്തിനാ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിതാ ഞാനും ഷാജേട്ടനും കൂടിയിട്ട് അങ്ങനെ ഒന്ന് വാർപ്പിൻ്റെ മേലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ മഴ ഒന്ന് പെയ്തതോട് കൂടിയിട്ട് കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല, പക്ഷേ ഒന്ന് രണ്ട് മഴ പെയ്തപ്പോഴേക്കും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് അഴുക്കൊക്കെ പിടിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ടാങ്കും ഒന്ന് മെയിനായിട്ട് നമ്മുടെ ടാങ്കും ഒന്ന് വാഷ് ചെയ്യണം. നമ്മൾ കുറച്ചായി ഇപ്പോൾ കഴുകിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ്. പക്ഷേ കണ്ണനാണെന്നുണ്ടെങ്കിൽ രാവിലെ ട്യൂഷന് പോയി. അപ്പോൾ ട്യൂഷന് പോയിട്ട് ഇനി വരാൻ 12 മണിയാവും. അപ്പോൾ കണ്ണനെ അല്ലെങ്കിൽ നിത്തുവിനെ ടാങ്കിലേക്ക് ഇറക്കിയിട്ട് വാഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഇനി 12 മണിയാവും വരാൻ. അപ്പോൾ ആ സമയമാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കടയിൽ പോവും വേണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ പിന്നെ നിത്തുവിനെ പിടിക്കാൻ, നിത്തുവിനെ ഇറക്കാം ടാങ്കിലേക്ക് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് വിചാരിച്ചിട്ടാണ് പണിക്ക് നിന്നത്. പക്ഷേ കാണാൻ പോണ ടൈമിൽ തന്നെ നേരത്തെ നിത്തു എണീറ്റ് ആ സമയത്ത് ചായയും കുടിച്ച്. അപ്പോൾ നേരത്തെ ആൾ എണീറ്റതുകൊണ്ടും പിന്നെ ആണെങ്കിൽ നല്ലൊരു മഴയും പെയ്ത് വെക്കുമ്പോൾ ആൾക്കൊരു ക്ഷീണം വന്ന് അങ്ങനെ ആൾ കിടന്നതാണ്. കിടന്നപ്പോൾ നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ വിട്ടിട്ട് പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ ആൾ എണീക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മളിങ്ങനെ കുറേ സോപ്പിട്ട് വിളിച്ച്, പക്ഷേ ആൾ നല്ല ഉറക്കം മൂടി പുറച്ച് കിടക്കുകയാണ്, വരുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ട് കയറി രണ്ടാളും കൂടിയിട്ട്. ഞാനാണെങ്കിൽ എനിക്ക് പൊതുവേ ഹൈറ്റ് പേടിയാണ്. ഇത്ര ഉയരത്തിലൊന്നും നമ്മൾ അങ്ങനെ കയറില്ല. പക്ഷേ എന്നാലും ആളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കയറി. എന്തായാലും ഇപ്പോൾ ഇത് വാഷ് ചെയ്യണം. കുറച്ച് ദിവസമായിപ്പോൾ മഴയും പെയ്തതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ മേലൊക്കെ പിടിച്ച് കയറി ടാങ്കൊക്കെ അങ്ങനെ ചെയ്ത് വെള്ളമൊക്കെ കുറച്ചിങ്ങനെ എടുത്ത്. അപ്പോൾ ഉള്ളിൽ നോക്കി നോക്കുമ്പോൾ അല്ലാതെ അഴുക്ക് എന്ന് അങ്ങനെ അങ്ങോട്ട് പറയാനില്ല. പിന്നെ ഈ മണലിൻ്റെയൊക്കെ ആ ഒരു കളറ്, മണൽത്തരിയുടെ ഒക്കെ ആ ഒരു കളർ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിൽ എന്തായാലും ആളെ ഇറങ്ങണം. ഇനി അത് ക്ലീൻ ചെയ്യട്ടെ. എന്താ തേങ്ങ ഒന്ന് ഇങ്ങോട്ട് നീണ്ടു വരികയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇളനീര് പൊട്ടിക്കാം. ആ വീട്ടിലെന്തോ പണി നടക്കുന്നുണ്ട്, അതാണ് ആ സൗണ്ട്. ഇളനീരുണ്ടോ? ഇതൊക്കെ ഇളനീര് തന്നെ അല്ലേ? ഇതൊക്കെ ഇളനീരല്ലേ? തേങ്ങ ഇട്ടില്ലല്ലോ? ഇതൊക്കെ ഇളനീരിൻ്റെ ഭാഗമല്ലേ? നോബീനെ കാണാമല്ലോ. നോബി അപ്പുറത്തല്ലേ, നോബിയുടെ വീട് അവിടെയാണ്. നമ്മുടെ അയിനിയുടെ മരം ഇതുമെന്നാണ് ഈ അയിനിച്ചക്ക മുഴുവൻ നമ്മൾ കടപ്പുറത്തേക്ക് താഴേക്ക് വരുന്ന മുറ്റത്തിന്. പുറത്ത് ചളിയില്ലല്ലോ, പുറത്തൊന്നും ചളിയില്ല, ഉള്ളിലും ഇല്ല. മണ്ണാണ് അല്ലേ? മണ്ണിന്റെ തരിയാണ്, മൺതരിയാണ് ഏറെ. നമ്മളെ വീട്, നമ്മുടെ പഴയ വീട്. ചക്ക നല്ല വലുതായി ഉണ്ട് കേട്ടാ. ചക്ക വലുതായി ഉണ്ട്. ആ മേലത്തൊക്കെ എങ്ങനെ കിട്ടണേ? വീണ് പോവും. എങ്ങനെ കിട്ടാനാ? ഇപ്പം നല്ല ഉണ്ടായിട്ടുണ്ട്. താഴ്ന്നത മേലേക്ക് ഏറ്റവും മേലത്തെ കൊമ്പിലൊക്കെ ഉണ്ടായില്ല. ഇത് കാണാനുണ്ടോയെന്നറിയില്ല. അത്യാവശ്യത്തിന് ചക്കയൊക്കെ ഉണ്ട്. ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാ കണ്ടോ ചക്ക? അതുമേലൊക്കെ കണ്ടോ ചക്ക ഉണ്ട്. അയ്യോ, ഇവിടെ നിൽക്കുമ്പോൾ പേടി വേണം താഴത്തേക്ക്.
ഹൈറ്റ് പേടിയുള്ള കാരണം. പക്ഷെ ഞാനിങ്ങനെ ഒരു ധൈര്യത്തിൽ ഇങ്ങോട്ട് കയറിയതാണ്. എനിക്ക് അത്ര വലിയ ധൈര്യമൊന്നുമില്ല. മഴ പെയ്തപ്പോഴേക്കും എത്ര വേഗം പച്ചപ്പ് പിടിക്കണം അല്ലേ? അതൊക്കെ ഉരത്തി കളയണം. നമുക്ക് ഇവിടെ തന്നെ ഷീറ്റ് ഇടുന്ന സ്ഥലമാട്ടോ ഇവിടെ. നമുക്കിനിയിപ്പോൾ അഴൽ തോരടാനും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇടണം. ആ താഴത്ത് അത് വരാ പറഞ്ഞിട്ട് കുറേ വരാതെ ഇരിക്കണം. സ്കൂൾ തുറക്കണതിൻ്റെ മുന്നേ വരാമെന്ന് പറഞ്ഞതായിരുന്നു. എന്തായാലും ഒരാഴ്ച കഴിയുമെന്ന് പറഞ്ഞു. പിന്നെ ഷീറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥലമൊക്കെ ഉപയോഗിക്കാം, തുണി തോരടാനും ഒക്കെ ആയിട്ട്. അത് ആദ്യം കുറേ പ്രാവശ്യം 2-3 പ്രാവശ്യം വെള്ളം അടിച്ചിട്ടേ വെള്ളം കുറയാണ്ട് കളയുക. ടാങ്കിൻ്റെ പുറമൊക്കെ ഇത് അങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്യണ കാര്യത്തിലാണ് വലിയൊരു ടാസ്ക്. നമ്മളാണെങ്കിലൊരു കോലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അത് വെച്ചിട്ടും അങ്ങനെ ശരിയാവില്ല. അപ്പോൾ എന്തായാലും ആളിറങ്ങി കഴുകണം. അത് കുറച്ച് ഉയരമുള്ളൊരു ടാങ്ക് ആയതുകൊണ്ട് ഇപ്പോൾ നിത്തുവിനെ ഇറക്കിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവന് അത്ര നേരം അങ്ങനെ നിൽക്കാനും ചെയ്യാനൊന്നും അവൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആളെന്നെ അതിലേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. ഒരു വിധേന അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങി എങ്ങനെ കയറും എന്നുള്ളതാണ് വിഷയം കേട്ടോ. കസേരയൊക്കെ ഇട്ട് അതിൻ്റെ മേലെ കൂടെ ഒക്കെ അങ്ങോട്ട് ഇറങ്ങണം എന്ന് വെച്ചിട്ട് വന്നതൊന്നുമല്ല. അല്ലാതെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പറ്റുന്ന പോലെ വാഷ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും ആളങ്ങനെ ഒരു വിധേന ഇറങ്ങി. പക്ഷേ ഇനി എങ്ങനെ കയറും എന്നുള്ളതാണ് വിഷയം കേട്ടോ. അപ്പോൾ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. വലിച്ച് അത് ബാലൻസിൽ കയറി വരണ്ടായിരുന്നോ. അങ്ങനെ ആൾ കയറി ഇറങ്ങി. ഇപ്പോൾ നന്നായിട്ട് അപ്പോൾ അവിടെ ഇരുന്ന ഉള്ളൊക്കെ നന്നായി വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പും പൊടിയും എല്ലാതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി സൈഡൊക്കെ ആണെങ്കിൽ നന്നായി ഒരതി നല്ല അഴുക്ക് മൊത്തം ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ എടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ചുറ്റുവല്ലൊക്കെ അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. പിന്നെ ഇനി ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തെ അഴുക്കൊക്കെ പൊതുവെ പോയിക്കോളും. ആൾ കുറേ നേരമായി എൻ്റെ ഉള്ളിൽ കഴുകൽ തുടങ്ങിയിട്ട്. നമുക്ക് എന്തായി നോക്കാം. ആളുള്ളിലിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൈഡൊക്കെ അടിപൊളിയായി ക്ലീനാക്കി എടുക്കണം. അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ എങ്ങനെ കയറും? അതെ അലങ്കങ്ങളെ അത് ഇറങ്ങാത്ത നന്നായി. ആ കുട്ടി പെട്ടായിരുന്നു. അതിനിങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ? വലിയൊരു ഇറങ്ങൂലേ. പക്ഷേ നിത്തുന് പറ്റില്ല. അവന് വയ്യ, ക്ഷീണമായതുകൊണ്ട്. മോട്ടർ ഇടാൻ പറയട്ടെ. എന്ത് ഇത് തിരിച്ചിട്ടപ്പോൾ ഇത് തിരിച്ചാ. അങ്ങനെ നമ്മുടെ ടാങ്ക് കഴുകൽ കഴിഞ്ഞിറക്കണം. അടിപൊളി കിണ്ണം കാച്ചിയാക്കി ഇട്ടിട്ടുണ്ട്. ടാങ്കിൽ നിന്ന് കയറുന്നത് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് വളരെ സാഹസികത നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. നമ്മളതിൻ്റെ കൂട്ടത്തിൽ അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് അവിടെയൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്.
ഇനി എൻ്റെ വലിയ ടാസ്ക് എന്താ വെച്ചാൽ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങലാണ്. കയറുന്ന പോലെയല്ല, ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണെങ്കിൽ അവിടെ സൈഡിൽ പിടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഏറെയും ബുദ്ധിമുട്ട് കേട്ടോ. ഇനി ഇവിടെ കോണിയൊക്കെ വെക്കുകയാണ്. നമ്മുടെ ഇരുമ്പിൻ്റെ ആ ഒരു കോണിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എളുപ്പത്തിൽ കയറാം. നമുക്കൊരു പിടുത്തുണ്ടെങ്കിൽ കയറാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതില്ല, ഇനി വെക്കണം എന്നൊക്കെ നോക്കണം. അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പം ഞാൻ എന്തായാലും ഇറങ്ങണത് ഞാൻ കാണിച്ചിട്ടില്ല. അത് അതിലും വലിയ സാഹസികതയായിരുന്നു. ഇറക്കം ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നാലും ഒരു വിധേന നമ്മൾ അവിടെയൊക്കെ സെറ്റാക്കി ഇറങ്ങി. പിന്നെ അതിൻ്റെ മേലെയാണെങ്കിൽ ഇപ്പോൾ ഈ കാറ്റും മഴയൊക്കെ നല്ലാണ്ട് പെയ്ത് നോക്കുമ്പോൾ മരത്തിൻ്റെയും കവുങ്ങിൻ്റെയും അങ്ങനെയുള്ള പട്ടയും അതും ഇതൊക്കെ വന്ന് വീണിട്ട് മൊത്തം പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒതുക്കി അവിടെയൊക്കെ കണ്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെയും കുറേ സമയം അതൊക്കെ അങ്ങോട്ട് മാറ്റി ഇട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഷീറ്റ് അടിക്കണ വെച്ച സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്നുകൊണ്ട് ക്ലീനാക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ഇതൊക്കെയായിരുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.